മഴതോരും മുമ്പിടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തിനെ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആങ്ങളമാർ പൈസ കൊടുക്കില്ല എന്നാണ് പറയുന്നത്. ബില്ല് കുറച്ച് പൈസ ഒക്കെ ഹോസ്പിറ്റലിൽ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഗോവർദ്ധൻ മാത്രം ഉണ്ടാവുള്ള സമയത്ത് രാജീവൻ പറയുന്നുണ്ട്, അവൻ അടയ്ക്കട്ടെ, അവൻ്റെ അല്ലേ ഭാര്യ എന്ന് പറയും. സഹോദരിക്ക് വേണ്ടി കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യില്ല, അങ്ങനെ കൈമലർത്തുന്നവർ. അത് ബാലചന്ദ്രൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നമ്മുടെ ഗോവർദ്ധനൻ, അവർ എന്തിട്ട് ആൾക്കാരാണ്, നീ ഇനി അവരുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട, അവരവിടെ നിൽക്കുക പോകുക എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നീ നിൻ്റെ ഇഷ്ടത്തിന് മാത്രം അവിടെ പ്രവർത്തിച്ചാൽ മതി, അവരുടെ ഒരു വാക്ക് പോലും കേൾക്കണ്ട, എന്തുണ്ടെങ്കിലും എന്നോട് ബാലട്ടൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്നത്. പിന്നെ ചോദിക്കുന്നുണ്ട്, ചേട്ടന് വൈചേച്ചി അങ്ങനെ കിടക്കണേൽ വിഷമമൊന്നും ഇല്ലയെന്ന് ചോദിച്ചപ്പോൾ, എന്ത് വിഷമം, ഞാൻ നേരത്തെ മരിച്ചു, ജീവിച്ചിരിക്കുന്ന ഒരു വെറുതെ തെളിവ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവൾക്ക് ജീവനുണ്ടല്ലോ, പിന്നെ ഉള്ള സമയത്തൊന്നും അവൾ സ്നേഹിച്ചിട്ടില്ലല്ലോ, 365 ദിവസത്തിൽ 365 ദിവസവും വഴക്ക് തന്നെയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും തോന്നണില്ലടോ എന്നിങ്ങനെ പറയുന്നു ബാലചന്ദ്രൻ. പിന്നീട് വൈജയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് ബാലചന്ദ്രൻ. വന്നിട്ട് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കണ്. ഉള്ളിലൊരു വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ആ രീതിയിലായിരുന്നു ബാലചന്ദ്രൻ്റെ നിൽപ്പ്. വെറുതെ ഇങ്ങനെ വൈജയന്തിയെ നോക്കി നിൽക്കുന്നതോടെയാണ് പ്രൊമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.